നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നവാസേ സർ, രാഘവേട്ടനെ വിളിച്ച് പെട്ടെന്ന് മറ്റേ വണ്ടി ഇറക്കാം. ശരി സർ. അതെ, എന്നാലും ഇതല്പം കടന്നു കൈയായി പോയി സുമി. ആദ്യത്തെ ദിവസമല്ലേ, ചെയർമാന്റെ ഭാര്യയാണെന്നുള്ള ഒരു പരിഗണന പിടിച്ചു പറ്റണ്ടെന്ന് കരുതി. എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയല്ലേ. പോരെങ്കിൽ ഞാനല്ലേ നിന്നെ നിയമിച്ചത്. ആ അതെ, അതാ പ്രശ്നം. ഞാൻ മാനേജ്മെന്റ് കോട്ടയിൽ നിയമിതയായിട്ടുള്ള ഒരാളാണെന്ന് കരുതി ചിലപ്പോ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ബഹുമാനം അങ്ങ് പോയാലോ. അപ്പൊ ശരി, ഓഫീസിൽ കാണാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. ഇന്നു മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട എംപ്ലോയീസിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ക്ലാസ് ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഏത് തൊഴിൽ മേഖലയിലും ഏത് കമ്പനിയിലും നിങ്ങൾക്ക് ആ കഴിവ് അത്യാവശ്യമാണ്. ഈ കോഴ്സ് അവസാനിക്കുമ്പോഴേക്കും അത് നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളിലൂടെ നമ്മുടെ കമ്പനിക്കും ബെനിഫിഷ്യൽ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട ചെയർമാൻ പറയാൻ വിട്ടുപോയി. നിങ്ങളുടെ ട്രെയിനർ വേറെ ആരുമല്ല, നമ്മുടെ ചെയർമാന്റെ ബെറ്റർ ഹാഫ് മിസ്സിസ് സുമിത ഗിരിധർ നമ്പ്യാറായി. ചേട്ടാ, സുമതിയുടെ ഇവിടെ ഓൺ ദ വേ ആണ് നിതീഷേ, ഇപ്പൊ എത്തും. എടാ, 2 വണ്ടിയിലാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി, പിന്നെന്താ സുമി ലേറ്റ് ആവുന്നു? ആദ്യത്തെ ദിവസമല്ലേ, അമ്പലത്തിൽ പോയിട്ടേ വരൂ, അതാ വൈകുന്നത്. അതെങ്ങനെ തനിക്കറിയാം? അത് പിന്നെ സ്ത്രീകളാകുമ്പോ സാധാരണ ഇതൊക്കെ പതിവാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. സുമിത മോൾ എത്തിയല്ലോ. എന്താ ഏട്ടത്തി ലേറ്റ് ആയത്? എല്ലാരും ഏട്ടത്തി കാത്തിരിക്കായിരുന്നു. വരുന്ന വഴിക്ക് ഞാൻ ഒന്ന് ഗണപതി ക്ഷേത്രത്തിൽ കയറി. ഞാൻ ഒത്തിരി ലേറ്റ് ആയോ ആകാശേ? ഹേയ്, ഒരു കുഴപ്പമില്ല. ഇതാ. ഹലോ, ഹലോ ടെസ്റ്റിംഗ്. ഇനി കൂടുതൽ വൈകണ്ട, ക്ലാസ് ആരംഭിക്കാം അല്ലേ ഗിരിമോനെ? താങ്ക് യു. ഗിരി, ഓക്കെ, ഗോ അഹെഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. A very good morning to all of you. ബുക്ക് പിടിച്ചു പറഞ്ഞു. A very good morning to all of you. Good morning, madam. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഇറങ്ങാം. മോനെ, മോളെ തന്നെ
പോവാണോ? ഈ മുത്തശ്ശനോട്ട് പോവാണോ? അങ്ങനെ പോകാൻ പറ്റുമോ എന്റെ പാറൂട്ടിക്ക്? മോളെ വെച്ച് വിലപേശിയതല്ല. പാറു ഇപ്പൊ എന്റെ പ്രാണന്റെ ഒരു ഭാഗമാ. അതിവിടെ പറിച്ചു വെച്ചിട്ട് പോകാൻ വയ്യ. പിള്ളച്ചേട്ടാ, എന്റെ പൊന്നു കുഞ്ഞ്, പൊന്നി, മോളെ 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 മോനെ ഇങ്ങനെ പറയടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഉണ്ണാനും ഉടുക്കാനും മാത്രമല്ല, ആർഭാടത്തിനുള്ളതും കൂടി തരും ഈ സത്യഭാമ. പക്ഷേ പുറത്തെ ലോകം എന്താണെന്ന് എന്റെ മോൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യഭാമയുടെ മകനെന്ന നിലയില ആളും അർത്ഥവുമായി നീ നെഞ്ചു വിരിച്ചു നടന്നിരുന്നത്. ഈ സത്യഭാമ എന്നുള്ളൊരു ലേബൽ നെറ്റി നിരത്ത് മാറ്റിയാലുണ്ടല്ലോ, സ്വന്തമായിട്ട് എന്താണ് നിനക്കുള്ളത്? 4 ക്ലാസ് പഠിച്ചിട്ടുണ്ടോ നീ? ഭാമേ, നീ എന്തൊക്കെയാ പറയുന്നേ? പറയട്ട പറയട്ടെ. സത്യഭാമ എന്നുള്ളൊരു ലേബല് മതിയായിരുന്നു ഇന്നലെ വരെ വിഷ്ണുവിന്. ഈ നിൽക്കുന്ന അമ്മയായിരുന്നു ദൈവം. ഇതുപോലെ ആ ദൈവം ചതിക്കുമെന്നോ തള്ളി പറയുമെന്നോ ഒരു മുഹൂർത്തം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അമ്മയ്ക്ക് വേണ്ടി ചാവേറായിട്ട് ഇറങ്ങിയപ്പോ പഠിക്കാനും മറന്നു. പക്ഷെ ഏറ്റവും വലിയ പാഠമാണല്ലോ അമ്മ ഇപ്പൊ എനിക്ക് പഠിപ്പിച്ചു തന്ന്. ചെറിയൊരു വാക്ക് തെറ്റിയ പെറ്റ മക്കളെ പോലും തള്ളി പറയുന്നു. അമ്മ പറഞ്ഞല്ലോ സത്യാമ്മയുടെ വീട്ടിൽ ഉണ്ണാനും ഉടുക്കാനും പഞ്ഞുമില്ലെന്ന്. എന്റെ ഭാര്യയ്ക്കിന് ഊണും ഉടുപ്പൊന്നും വേണ്ടമ്മേ. അവൾക്ക് വേണ്ടാത്തതൊന്നും എനിക്കും വേണ്ട, ഞങ്ങളുടെ മോൾക്കും. എടാ, നീ ഒരു പഴമൊഴി കേട്ടിട്ടുണ്ടോ? ഞാനും മുതലച്ചാരും കൂടി ആടിനെ വിഴുങ്ങിയെന്ന് മുതലയുടെ തലയിലിരുന്ന് തവള വീമ്പു പറഞ്ഞ കഥ. സത്യഭാമയില്ലെങ്കിലേ ആ തവളയുടെ അത്രയുള്ളടാ നീ. മനസ്സിലായോ? നീ
പുറത്തിറങ്ങുമ്പോഴേ ആൾക്കാര് ബഹുമാനത്തോടെ വഴി ഒഴിഞ്ഞു തരുന്നുണ്ടെങ്കിലേ അത് നിന്റെ ഈ മസില് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. ഈ എന്നോട് സത്യഭാമയോടുള്ള ആദരവ് കൊണ്ടാ. ഉണ്ണാൻ അങ്ങോട്ട് കൈ കഴുകി വന്നിരുന്നാലേ മേശപ്പുറത്ത് തനിയെ നിറക്കുന്നതല്ലടാ ഭക്ഷണം. അതിനെ അധ്വാനിക്കണം, ശരീരം വിയർക്കണം. അയ്യോ, എന്റെ മോന് ശീലമില്ലാത്തതല്ലേ ഇതൊക്കെ. ഞാനൊന്ന് വിയർത്തു നോക്കട്ടമ്മ. എടാ, ഈ സത്യഭാമയുടെ പേര് പറഞ്ഞ എവിടെയും വീടും ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് കിട്ടും നിനക്ക്. കൊറേ കാലമേ അങ്ങനെ ജീവിക്കാൻ നിനക്ക്. ആ സൗജന്യം എനിക്കിനി ആവശ്യമില്ല. ഈ നിമിഷം നമ്മൾ വേർപിരിയ. സത്യഭാമയും വിഷ്ണു ഇനി ഒന്നല്ല, രണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചിയേട്ടന് പങ്കെടുക്കാൻ പറ്റാത്ത കാര്യം എന്താ? എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. മീറ്റിംഗ് നമ്മൾ രാവിലെയല്ലേ വെച്ചിരിക്കുന്നേ? അത് കഴിഞ്ഞ് നിനക്ക് എവിടെ വേണേലും പോവാലോ. നീ ഇപ്പോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒന്നും അല്ലല്ലോ പോകാൻ ഉദ്ദേശിക്കുന്നേ. അതല്ല ഏട്ടത്തി, ഞാൻ അർച്ചനയായിട്ടൊന്ന് പുറത്തു പോകുന്ന കാര്യം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഒരു എക്സ്ക്യൂസ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. നിന്നെ പോലെ എനിക്കവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാ. നീ തന്നെ പങ്കെടുക്കുന്നതാ നല്ലത്. ഞാനില്ലാത്തപ്പോഴൊക്കെ ഏട്ടത്തിയല്ലേ ഇതിലും ഇമ്പോർട്ടന്റ് ആയി മീറ്റിംഗ് നടത്തി റിസൾട്ട് ഉണ്ടാക്കിയത്. ഞാൻ ഏട്ടത്തെ കണ്ടല്ലേ പഠിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തിയുടെ ഡിപ്ലോമസി ഒന്ന് വേറെ തന്നെയാ. നീയുള്ളപ്പോ ഏട്ടത്തി ഇനി പങ്കെടുക്കുന്നത് ശരിയല്ല. കാരണം വരുന്നതൊക്കെ ഇൻഡസ്ട്രിയിലെ രാജാക്കന്മാരാ. അവരുടെ മുമ്പിൽ വെറും CEO ആയ ഞാനിരുന്നാ നീ എവിടെയെന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ നീ തന്നെ പങ്കെടുക്കണം. നമ്മളവരെ ഇൻഫോം ചെയ്തിരിക്കുന്ന അങ്ങനെയാ. നിന്റെ യാത്ര തൽക്കാലം മാറ്റിവെച്ചേ മതിയാവും. ഏട്ടത്തി പ്ലീസ്, ഞാൻ വേണമെങ്കിൽ അവരെ അറിയിക്കാം ഇന്ന് ഏട്ടത്തെയാണ് പങ്കെടുക്കുന്നതെന്ന്. കോടികളുടെ ബിസിനസ് ഡീലിനേക്കാൾ പ്രാധാന്യമുള്ള യാത്രയാണോ സച്ചിയേട്ടാ? അതെ, അതാ ഞാനും ആലോചിക്കുന്നേ. ഒരു ചെറിയ ബിസിനസ് പോലും മിസ്സാക്കാത്ത നീ ഇത്രയും വലിയൊരു മീറ്റിംഗ് ഒഴിവാക്കി പോവാൻ മാത്രം ഇമ്പോർട്ടൻസ് എന്താ? അങ്ങനൊന്നുമില്ല ഏട്ടത്തി. ഈ യാത്രയുടെ ഇമ്പോർട്ടൻസ് ബിസിനസ്സുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതിനേക്കാൾ വലിയൊരു പ്രാധാന്യം ഇതിനുണ്ട്. ശരി, ഞാനായിട്ട് നിന്റെ യാത്ര മുടക്കുന്നില്ല. നീ പോയിട്ട് വാ. താങ്ക്സ് ഏട്ടത്തി, വെരി വെരി താങ്ക്സ്. ഞാൻ അവർക്കൊക്കെ മെയിൽ ചെയ്തേക്കാം. ഞാൻ ഇപ്പൊ സമ്മതിച്ചതിന്റെ ഒരു കാരണം നീയും അർച്ചനയും കൂടെ അങ്ങനെ പുറത്തു പോകാറില്ലല്ലോ. ഇന്ന് നീ തന്നെ ആവശ്യപ്പെട്ടപ്പോ ഞാനായിട്ടത് മുടക്കാൻ പാടില്ല, അതാ. താങ്ക് യു. സച്ചി, ചോദിക്കാൻ വിട്ടുപോയി, എങ്ങോട്ടാ യാത്ര? ഏട്ടത്തി, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അത് കൊള്ളാലോ. രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകുന്നതേ വലിയ കാര്യം. അതെങ്ങോട്ടാണെന്ന് പറയാൻ പറ്റുന്നില്ലേ? അപ്പോ ഒരു പ്ലാനിങ് ഇല്ലാതെ പോവാണോ? ഞാനതെല്ലാം ഏട്ടത്തെ അപ്ഡേറ്റ് ചെയ്തോളാം. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. മീറ്റിംഗിൽ ഞാൻ തന്നെയാ പങ്കെടുക്കുന്നത്. അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തോളൂ. ഓക്കെ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ, എന്താ പ്ലാൻ എന്നൊക്കെ? ഇന്നത്തെ മീറ്റിംഗിൽ അവനില്ലാതെ എങ്ങനെ പങ്കെടുക്കാന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. സച്ചേട്ടനില്ലാതെ ചേച്ചിക്ക് എന്ത് ഗുണം? എനിക്ക് ഗുണങ്ങളേ ഉള്ളൂ. ഗുണമില്ലാത്ത യാതൊരു കാര്യത്തിനും അവന്തിക ഇപ്പൊ നിൽക്കാറില്ല. ഇന്ന് വരുന്നവരൊക്കെ അവന്തികയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ പോവാ. ഞാൻ പറയുന്നിടത്തെ അവര് സൈൻ ചെയ്യും. അതിന് അവന്തിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്.
കോടികളുടെ പ്ലാൻ. അവൻ കറങ്ങിയിട്ട് വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജുവിനോട് ഭ്രാന്ത് പിടിച്ച പ്രണയമായിരുന്നു. സഞ്ജു എവിടെ പോയാലും അവൾ അവിടെ ഉണ്ടാവും. പാർക്കില്, ഐസ്ക്രീം പാർലറില്, തിയേറ്ററില്, എന്ന് വേണ്ട എവിടെ. പരസ്യമായ സഞ്ജുവുമായി പ്രണയത്തിലാണെന്ന് അവള് കോളേജ് ക്യാമ്പസിൽ പറഞ്ഞു നടന്നത്. അത് ഏറ്റുപാടാൻ കുറെ മങ്കീസും ഡോങ്കീസും. അതിന് ചേച്ചി അദ്ദേഹം തമ്മിലായിരുന്നില്ലേ ഇഷ്ടം? അതവക്കറിയില്ലേ? അവൾ അതൊന്നും കാര്യമാക്കിയില്ല. ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് തന്നെ പലവട്ടം സഞ്ജു അവളോടത് പറഞ്ഞതാ. എന്താ എനിക്ക് സഞ്ജുവിനെ പ്രണയിക്കാൻ പാടില്ലെന്നാ സഞ്ജന തിരിച്ചു ചോദിച്ചത്. സഞ്ജുവിനെ അവള് സ്നേഹിക്കുന്നത് ഒരുമിച്ച് ജീവിക്കാനാണത്ര. എനിക്കൊഴിഞ്ഞു പോകേണ്ടി വരുമെന്ന അവള് കോളേജിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞു നടന്നത്. ചേച്ചിയോട് അവൾ വഴക്കിടാൻ വന്നിട്ടുണ്ടോ? ഇല്ല. ഞാനും സഞ്ജുവും തമ്മിലുള്ള ബന്ധം അവൾ അംഗീകരിച്ചെങ്കിൽ മാത്രമല്ല എന്നെ അവൾ എതിരാളിയായി കാണൂ. ഇത് എന്തൊരു പെണ്ണാ! മറ്റൊരാളിന്റെ ആളെ സ്നേഹിക്കാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അതാണ് മോളെ സഞ്ജന. ചേച്ചി, അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അവളെ കണ്ടതാ. കുറച്ചു മുമ്പേ അവൾ ഇവിടെ എത്തിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സഞ്ജുവിനെ ഹഗ് ചെയ്തത് നീ കണ്ടില്ലേ? മനു അതേ കോളേജിലുണ്ടായിട്ടും അവനെ എന്താ അവൾ ഹഗ് ചെയ്തത്? ചേച്ചി, അവൾ എന്ത് വൃത്തികേട് കാണിച്ചാലും ചേച്ചിയുടെ ആളിന്റെ മനസ്സ് മാറുമോ? അദ്ദേഹം അത് ഫ്രണ്ട്ഷിപ്പായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇനിയും അങ്ങനെ കാണുള്ളൂ. ഇതേ പഠിക്കുന്ന കാലൊന്നുമല്ല. മാത്രമല്ല ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കാം. എന്തിനാ ചേച്ചി ടെൻഷനാവുന്നേ? ചേച്ചിയുടെ രാജകുമാരന്റെ മനസ്സ് നിറയെ ചേച്ചിയാ. സഞ്ജനയല്ല, ആര് വന്നാലും ആ മനസ്സിളകാൻ പോകുന്നില്ല. ചേച്ചി അവിടെ നിന്ന് ഈ റൂമിലേക്ക് വന്നത് അവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. മാറി നിന്ന് അത് ചേച്ചിക്ക് അപമാനാവുന്നത്. ആ സമയം എന്റെ കൺട്രോൾ പോയി. പഴയ കാലമൊക്കെ ഞാനൊന്ന് ഓർത്തുപോയി. അദ്ദേഹം ഇപ്പൊ ചേച്ചിയെ അന്വേഷിക്കുന്നുണ്ടാവും. ഈ ഒഴിഞ്ഞുമാറ്റം കണ്ടാൽ ചേച്ചിക്ക് അദ്ദേഹത്തെ വിശ്വാസമില്ലെന്നല്ലേ അദ്ദേഹത്തിന് തോന്നുക? നീ പറയുന്നത് സത്യം. സഞ്ജുന് അത് വിഷമം ഉണ്ടാക്കും. ഞാനെന്തിനു മാറി നിൽക്കണം? ഇപ്പോഴമ്മോ എന്റെ മനസ്സൊന്ന് ശാന്തമായത്. പഠിക്കുന്ന കാലത്ത് സഞ്ജനയുടെ അടവുകളൊന്നും സഞ്ജുവിന്റെ മുന്നിൽ വില പോയിട്ടില്ല. പിന്നെ ഇപ്പോ. ചേച്ചി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആരെങ്കിലും ചോദിച്ചാ ഫ്രഷ് അവൻ റൂമിൽ വന്നതാന്ന് പറഞ്ഞാ മതി. അമ്മേ, നീ ചെല്ല, ഞാൻ വരാം. ഫോൺ എടുത്തിട്ട് കാര്യം പറഞ്ഞിട്ട് വാ. ഹലോ, എന്താ അമ്മ? ശ്രീകുട്ടി, നീ എന്തിനാ ഇവിടുന്ന് പോയത്? ഫ്രഷ് ആവാനാ, ഞാൻ വരുവാ. ആ പെണ്ണാരാണെന്ന് ശ്രീകുട്ടിക്ക് മനസ്സിലായോ? എന്നെ കൂടെ പഠിച്ചതാ അവള്. അവളെ ഇഷ്ടപ്പെടാതെയാ നീ പോയതെന്ന് എനിക്കറിയാം. സഞ്ജുവിന് ഷെയർ വിൽക്കാൻ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് നീയല്ലേ? എന്നാലേ നീ കേട്ടോ, മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ 25% ഷെയർ വാങ്ങിയിരിക്കുന്നത് ആ പെണ്ണ. അമ്മേ, അതേടി, നിങ്ങൾ കാത്തിരുന്ന ചീഫ് ഗസ്റ്റ് അവളാ. അവന്റെ പേരിന് സാദൃശ്യമുള്ളവൻ സഞ്ജന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആണ്ട് ബലിയും ഫോട്ടോയും തമ്മിൽ എന്ത് ബന്ധം? അച്ഛനെ ഇഷ്ടമല്ലാത്തവർക്ക് പരിഹസിക്കാൻ ഒരു അവസരമായി. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇടപെടുന്നത്? ഒരിക്കൽ നമ്മൾ ഇതുപോലൊരു കാര്യത്തിന് മുഷിഞ്ഞതാ. എനിക്ക് എന്റെ നിലയും വിലയും അറിയാം. അറിഞ്ഞു തന്നെ വീട്ടിൽ കഴിയുന്നത്. നിങ്ങൾക്ക് ദൈവത്തിലും പൂജാകർമ്മത്തിലും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. അറിയാലോ. പിന്നെ എന്തിനാ അതേക്കുറിച്ച് സംസാരിക്കുന്നത്? ഇതേ ആവശ്യമായിട്ട് സ്വാതി വന്നത്. എന്റെ മനസ്സറിഞ്ഞ അവൾ തിരിച്ചുപോയി. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ തടസ്സം നിൽക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭർത്താവിന് വേണ്ടി ബലിതർപ്പണം നടത്തണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഭർത്താവിന് വേണ്ടി അമ്മയ്ക്ക് അത് ചെയ്യാം. അമ്മയോട് ഇത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
മകൻ അച്ഛന് വേണ്ടി കർമ്മം ചെയ്യാൻ വിമുഖത കാട്ടുമ്പോ അമ്മ എങ്ങനെ അത് ചെയ്യും? കഴിഞ്ഞ 19 വർഷം അമ്മ എങ്ങനെയാ കഴിഞ്ഞെന്ന് നിങ്ങൾ ഓർക്കണം. നീ അതിര് കിടക്ക. ഇത് ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള വിഷയം. അമ്മ എന്നെ ഏത് കണ്ണിലാ കാണുന്നതെന്ന് നിങ്ങൾ പോയെന്ന് ചോദിക്കും. അമ്മ എന്നെ പ്രസവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ അമ്മയുടെ മകളായിട്ടാ കാണുന്നേ. നിനക്ക് ഇവിടുന്ന് പോണെന്ന് തോന്നിയാ നീ എന്നോട് പറയണം. നമുക്കൊരു വീടെടുത്ത് മാറി താമസിക്കാന്ന് അമ്മ എന്നോട് പറയണമെങ്കിൽ അമ്മയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തന്നെയാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അമ്മ അനുഭവിക്കുന്ന വേദന കാണാൻ ഇനി എനിക്ക് പറ്റില്ല. അമ്മയുടെ കാര്യത്തിൽ നീ അത്ര വലിയ ഉത്കണ്ഠയൊന്നും കാണിക്കണ്ട. അമ്മ ഒരു ഭംഗി വാക്ക് പറഞ്ഞെന്ന് വെച്ച് നിന്നെയും കൂട്ടി ഈ വീട് വിടുവെന്ന് നീ കരുതണ്ട. എന്താ പ്രശ്നം? ഈ ദിവസം അമ്മ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയാം. അമ്മ വാതിൽ തുറന്നിട്ടില്ല. ചായയുമായി ചെന്ന് വിളിച്ചിട്ട് പോലും പ്രതികരണമില്ല. ഇന്ന് മുഴുവനും അമ്മ നിരാഹാരത്തിലാ. ഇന്നലെ രാത്രി അമ്മയ്ക്ക് അസുഖത്തിന്റെ ലക്ഷണം ഉണ്ടായിരുന്നു. അമ്മയെ തനിച്ച മുറിയിൽ വിടാനാണോ നിങ്ങൾ പോകുന്നേ? നിങ്ങളോട് ഞാൻ അപേക്ഷിക്കാം, അമ്മയെ അടച്ചിട്ട മുറിയിൽ കിടത്തരുത്. അച്ഛന്റെ ഓർമ്മ ദിവസം അമ്മ പുറത്ത് വരില്ല. മുമ്പ് ഞാൻ പോയി വിളിച്ചിട്ട് പോലും അമ്മ വാതിൽ തുറന്നിട്ടില്ല. നീ വന്നത് ഇപ്പോഴാ. ഞാൻ എന്റെ അമ്മയെ കാണാൻ തുടങ്ങിയത് ഇപ്പോഴൊന്നും അല്ല. എന്താ കവിത, ആ പെണ്ണ് എന്ത് ധൈര്യത്തിലാ അവന്റെ മുന്നിൽ നിൽക്കുന്നത്? അവനാകെ ചുട്ടുപഴുത്ത് നിൽക്കുക. അവളവനെ വിസ്തരിക്കുക. വിഷയം മറ്റൊന്നുമല്ല, മുകുന്ദേട്ടന്റെ ആണ്ടുബലിയല്ലേ. ഞാനിനി എന്താ പറയാ പ്രവർത്തിക്കാന്നൊന്നും എനിക്കറിയില്ല. നീ മുന്നിൽ പോ. ദൈവമേ, അമ്മ ഇത് എന്ത് ഭാവിച്ച? അമ്മ രണ്ടും കൽപ്പിച്ച. ഞാൻ അവളെ ചെന്ന് വിളിച്ചോണ്ട് വരാം. എനിക്ക് കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോവും. വേണ്ട, അവൾക്ക് പറയാനുള്ളത് അവനോട് പറയട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം അമ്മൂനുണ്ട്. നിങ്ങളൊരു വാക്ക് ആ മുറിയുടെ മുന്നിൽ ചെന്നൊന്ന് പറഞ്ഞാ മതി. അമ്മയൊന്ന് വാതിൽ തുറക്കാൻ, അച്ഛന് വേണ്ടി ബലികർമ്മം ചെയ്യാന്നും ഒന്ന് ചെന്ന് പറ. അമ്മ വാതിൽ തുറക്കട്ടെ. എന്നെ ശരിയും തെറ്റി പഠിപ്പിക്കാൻ നീ ആടി. എന്നോട് പറയാൻ ഞാൻ എന്തെങ്കിലും അവകാശം നിനക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതാ എന്റെ കമ്മല്. കണ്ടില്ലേ, നഷ്ടപ്പെട്ടു പോയ എന്റെ കമ്മലാ ഇത്. അയ്യോ, വിശാലാണോ ഇത് കിട്ടിയത്? ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്വാമി പറഞ്ഞത് സത്യമായി. വിശാലിന്റെ അടുത്ത് ഞാൻ എത്തിപ്പെട്ടില്ലേ? എന്റെ ഭർത്താവാകാൻ ദൈവം കണ്ടുവച്ച ആളുടെ അടുത്ത് തന്നെയല്ലേ ഞാൻ എത്തിപ്പെട്ടത്? അധികം എന്റെ ഭർത്താവാകാൻ ദൈവം കണ്ടുവച്ച ആളുടെ അടുത്ത് തന്നെയാ ഞാൻ എത്തിപ്പെട്ടത്. ദൈവത്തിന്റെ ഓരോരോ കളികളെ അല്ലേ വിശാൽ? അഭിനയിക്കാൻ നീ മിടിക്കുകയാണെന്ന് എനിക്കറിയാം. വിശാലിനെ തോൽപ്പിക്കാൻ നിന്റെ ഈ കുഞ്ഞു ബുദ്ധിയൊന്നും പോരാ. ഇനി ഞാൻ എന്തിനാ തിരിച്ചു പോകുന്നത്? ഞാൻ പോകുന്നില്ല. ഏത് ക്ഷേത്രത്തില് നിന്റെ ഈ കമ്മല് കളഞ്ഞുപോയത്? ഈ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ പേരായിരിക്കും ഇവള് പറയുക. പറ, നിന്റെ ഈ കമ്മല് ഏത് ക്ഷേത്രത്തിൽ വെച്ചാ കളഞ്ഞുപോയത്? ഞാൻ കള്ളം പറയുന്നതാണെന്ന് തെളിയിക്കാനുള്ള സൂത്രം ഇത്. പാർവതിയുടെ കമ്മലല്ലേ ഇത്? അവളുടെ നാട് ഉദയന്നൂരല്ലേ? ആ, ഉദയന്നൂർ ഒരു ക്ഷേത്രമുണ്ട്.
ഞാനും പപ്പയും ആ വഴി പോയപ്പോ അവിടെ ഒന്ന് കയറിയതാ. ഇവള് പഠിച്ച കളി തന്നെയാ. എന്നെ തോൽപ്പിക്കാൻ എളുപ്പമല്ല വിശാൽ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു വക്കീലിന്റെ മോളല്ലേ. ഈ കമ്മല് പാർവതിയുടേതാണെന്ന് അറിഞ്ഞ വിശാലിന് അവളോട് അടുപ്പം കൂടും. ഈ കമ്മൽ ഇനി വിശാലിന്റെ കയ്യിലുണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞത് വിശാലിന് അത്ര വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഒരു പേടിയുമില്ല. വിശാലും ഞാനും ഒരുമിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാ. അത് നടന്നിരിക്കും. ആ കമ്മലിങ്ങാന്ന വിശാല്. ഈ കമ്മലുകൊണ്ട് വിശാലിന് ഒരു പ്രയോജനവും ഇല്ലല്ലോ. എനിക്ക് കിട്ടിയാലേ അതിട്ട് നടക്കെങ്കിലും ചെയ്യാം. അതിങ്ങത്താ വിശാല്. ഇത് ഞാൻ വിശാലിന് എന്തിനാ പെൺകുട്ടികളുടെ കമ്മല്? ആരെങ്കിലും കണ്ടാ വിശാലിനെ കളിയാക്കും. അതിങ്ങത്താ വിശാൽ. ഇനി തന്നേക്ക് വിശാൽ. താ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ആള് മറിയതായിരിക്കും. അയ്യോ അല്ല അച്ഛമ്മേ, അത് ജാസ്മിൻ തന്നെയാ. അവള് മുറിയിലുണ്ടെന്നല്ലേ പ്രഭാവതി പറയുന്നത്. അമ്മേ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നിക്ക്, നീ പോയി നോക്കുന്നതില് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ജാസ്മിൻ റൂമിൽ ഉണ്ടെങ്കിൽ എന്നെ സംശയിച്ചതിന് നീ എന്നോട് മാപ്പ് പറയേണ്ടി വരും. തയ്യാറാണോ? എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ഗോപിയേട്ടാ, ഈ ഇരുട്ടത്ത് ഗോപിയേട്ടൻ എങ്ങോട്ട് പോവാ? ടിവിയിൽ ഞാൻ കണ്ടത് ജാസ്മിനെ തന്നെയാ. അവള് റൂമിലുണ്ടെന്ന് അമ്മ പറയുന്നു. അതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം. അവള് റൂമിലുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് മാപ്പ് പറഞ്ഞ പോരെ? ഈ ഇരുട്ടത്ത് പോയിട്ട് എവിടെയെങ്കിലും തട്ടി വീഴണ്ട. അതുപോലെ ഫ്യൂസ് പോയതായിരിക്കും. എനിക്ക് ആ ന്യൂസ് കാണണം. നീ പോയിട്ട് ഒരു ഫ്യൂസ് വയർ എടുത്തിട്ടോ. വിശാലെ, ആ ന്യൂസ് മാറിയിട്ടുണ്ടാവും. ഏതെങ്കിലും ന്യൂസ് ചാനൽ ഉണ്ടാവുമല്ലോ. പാർവതി, ഫ്യൂസ് പോയി എടുത്തുവിട്. സ്റ്റോർ റൂമിൽ ഒരു ബോക്സ് ഉണ്ട്, അതിനകത്തുണ്ട്. അതെ, നിനക്ക് ഫ്യൂസ് വയർ കിട്ടാന്നറിയോ? ഇല്ല. എന്നാലേ ഞാൻ പഠിപ്പിച്ചുതരാം. എന്തെങ്കിലും ആവശ്യം വരും. ദേ, ഇതിനുള്ളില് ഒരു കമ്പിയുണ്ട്. ദേ, ഈ കമ്പിയാ കേട്ടേണ്ടത്. ആ വയറെടുത്ത് ആ വയറിന്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. വയറിങ് എടുക്ക. ഈ മുകളിലെ സ്ലീവ് കുറച്ച് കട്ട് ചെയ്യുക. അയ്യോ, ഇത് മുറിക്കാൻ കത്തിയില്ലല്ലോ. അതിന് കത്തിയൊന്നും വേണ്ട. നിന്റെ പല്ല് പോരെ, കടിച്ചു മുറിക്കുക. എന്തു പറ്റി? ഇത് മുറിയുന്നില്ലല്ലോ. നീ ഒന്ന് അമർത്തി കടിച്ചേ, അത് മുറിയും. എന്നെ
ഇപ്പൊ എന്തിനിങ്ങനെ നോക്കിയേ? ഞാൻ നോക്കിയില്ലല്ലോ. വിശാൽ സാറേ, ഇത് അമർത്തിയിട്ടൊന്നും മുറിയുന്നില്ല. നിന്റെ ഒരു കാര്യം ഇങ്ങതാ. കടിക്കല്ലേ? എന്തു പറ്റി? ഒരു നിമിഷേ. ഇനി കടിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ സർ? താൻ ഇവിടെ വന്നു നിന്ന് സാരി ഉണക്കായിരുന്നോ? മഴവില്ലിനിടയിൽ നിൽക്കുന്ന പോലുണ്ട്. 7 നിറങ്ങൾക്കിടയിൽ എന്റെ ശ്യാമ. വാടോ, ഇറങ്ങി വാ. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് അഖിൽ സാറിന്റെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ലേ? പറ്റില്ല. പിരിഞ്ഞിരുന്ന സമയത്തെ കുറേയേറെ സ്നേഹം എനിക്ക് കിട്ടാനുണ്ട്. ഞാൻ തരാനുമുണ്ട്. ആ കടങ്ങള് അന്യോന്യം വീട്ടിയേ പറ്റൂ. താൻ ചിരിക്കൊന്നും വേണ്ട. സത്യോടെ ശ്യാമേ, താൻ വിശ്വസിച്ചേ പറ്റൂ. എനിക്ക് ശക്തി എന്റെ ശ്യാമയാ. താനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് തന്നെ കല്യാണം കഴിച്ച ശേഷം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അന്ന് രാത്രി അരവിന്ദേട്ടന്റെ കൂട്ടുകാര് ആ അറ്റാക്ക് നടന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ എന്നെ ചെറുതായിട്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. ആ കാര്യം വെച്ച് എല്ലാവരും നമ്മൾ അകറ്റാൻ നോക്കിയപ്പോഴും ഞാൻ എന്റെ ശ്യാമയെ 1% പോലും സംശയിച്ചിട്ടില്ല. താൻ എന്നെ തേടി വരുമെന്ന് കരുതി ഫോൺ ചെയ്തിട്ട് പോലും താൻ എടുക്കാതെ വന്നപ്പോ ഞാൻ വല്ലാതെ വേദനിച്ചു ശ്യാമേ. പക്ഷേ തനിക്ക് എന്നോടുള്ള സ്നേഹവും എനിക്ക് തന്നോടുള്ള സ്നേഹവും ദൈവം തിരിച്ചറിഞ്ഞു. അങ്ങനെ ദൈവം പിന്നെ നമ്മളെ കൂട്ടിച്ചേർത്തു. തന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് തനിക്കറിയില്ല. അത് വിവരിക്കാൻ എനിക്ക് വാക്കുകളുമില്ല. എടോ, താൻ എന്റെ എല്ലാമാ. എല്ലാം. സർ, നീ എനിക്ക് സത്യം ചെയ്തു തരണം. നീ നിന്റെ കൃഷ്ണന്റെ പേര് ചൊല്ലി നിങ്ങൾ ഒരു തെറ്റും ചെയ്യില്ല. എന്താ ശ്യാമേ, എന്താ പറ്റിയത്? തനിക്ക് എന്നോടെന്തോ ഒരു അകൽച്ചയുള്ളതുപോലെ. എന്താണെങ്കിലും തുറന്നു പറയേ. സാറാണ് എനിക്കൊരു ജീവിതം തന്നത്. സാറല്ലാതെ ഞാനില്ല. സാറെന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സർ. എന്റെ സ്നേഹം ഞാൻ സാറിന് തിരിച്ചു തരും. സാർ എനിക്ക് തരുന്ന സ്നേഹത്തിന് ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരും. ശ്യാമേ, പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമാൻജിയുടെ പ്രാർത്ഥന ഭഗവാൻ കൃഷ്ണൻ കേൾക്കുന്ന എല്ലാവരും പറയുന്നേ. ശ്യാമാൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കോ? ഓ, ഞാൻ പ്രാർത്ഥിക്കാലോ. അങ്ങനെ മോക്ക്
സ്കൂളില് നല്ലൊരു കൂട്ടുകാരിയെ കിട്ടുകയും ചെയ്യും. പോരെ? വാ. പതുക്കെ പതുക്കെ. മോളെ, തൊഴുത് പ്രാർത്ഥിക്ക് ദൈവത്തോട്, നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറണമെന്ന്. അതിന് അനിക്കുട്ടിക്ക് ഇപ്പൊ സങ്കടങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് സങ്കടങ്ങളില്ലെങ്കിലും മറ്റുള്ളവർക്ക് വരുമ്പോ നമ്മൾ പ്രാർത്ഥിക്കണം. ദുഃഖമുള്ളവരെ കാത്തോളേന്ന് ദൈവത്തോട് മനമുരുകി നമ്മൾ പ്രാർത്ഥിക്കണം. മനമുരുകി പ്രാർത്ഥിക്കാനോ? അതെങ്ങനെ ആന്റി? എന്റെ പൊന്നു ചക്കരേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇവിടെ കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ചോ. അനുകുട്ടിക്ക് നല്ല ബുദ്ധി തരണേ, നല്ല പോലെ പഠിക്കാൻ കഴിയണേ, പിന്നെ അച്ഛനെ അമ്മയും ഒക്കെ അനുഗ്രഹിക്കണേന്ന്. പ്രാർത്ഥിച്ചാൽ ദൈവം പരീക്ഷയിൽ ജയിപ്പിക്കോ ആന്റി? അങ്ങനെയായിരുന്നെങ്കിൽ പഠിക്കണ്ടായിരുന്നല്ലോ. കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ ശ്യാമേ. എന്റെ പൊന്നു അനുകുട്ടി, എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോ. തൽക്കാലം അത് മതി. ശ്യാമാന്റിയുടെ മൊബൈല് റിങ് ചെയ്യുന്നു. അതിങ്ങെടുത്തോ. ആരാ ശ്യാമേ? അത് വീട്ടിൽ നിന്ന് അച്ഛനാ. ഹലോ. കാശെണ്ണി തന്നിട്ട് എനിക്ക് നിന്നെയൊക്കെ ഒളിച്ചും പാത്തും വിളിക്കേണ്ട ഗതികേടാണല്ലോ വന്നിരിക്കുന്നത്. മാഡം, മാഡം കാര്യം പറയൂ. ഫോണിൽ പറയാൻ പറ്റില്ലേ, നേരിട്ട് സംസാരിക്കാനുള്ളത്. നീ ഒന്നുകിൽ ഇങ്ങോട്ട് വരണം. മാഡം, ഞാനിപ്പോ ഒഴിവ് കഴിവുകളൊന്നും പറയണ്ട. ഈ GS അരുന്ധതിയുടെ സ്വഭാവം മാറും. നീ ഉടനെ ഇവിടെ എത്തിയേ പറ്റൂ. മാഡം, ഫോണിലൂടെ പറഞ്ഞ പോരെ? അത് പോരെന്ന് പറഞ്ഞല്ലോ. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ ഈ നിമിഷം നിന്റെ വീട്ടിലേക്ക് പോയി ആ വാസുദേവന്റെ കുത്തിന് പിടിക്കണം? ഇനി ചെന്ന ഏത് പോലീസ് വന്നാലും കാശ് കിട്ടാതെ ഞാൻ പോരുകയില്ല. മാഡം, ഞാൻ ഉടനെ വരാം. വരണം. വെറുതെ എന്നെ കൊണ്ട് അക്രമം ചെയ്യിപ്പിക്കരുത്, മനസ്സിലായോ? എന്താ ശ്യാമേ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല എടുത്തി. ശരി എന്നാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ സർ, എന്തു പറ്റി? എന്തിനാ ഇവിടെ നിർത്തിയേ? ഏയ്, ഒന്നുമില്ല. നമുക്ക് കുറച്ച് സമയം ഒന്ന് സംസാരിച്ചിട്ട് പോകാം അപർണ. അയ്യോ സർ, ട്രിഡയുടെ മീറ്റിംഗിന് 10 മിനിറ്റിനകം എത്തണമെന്നല്ലേ സാർ പറഞ്ഞത്? എന്ത് ട്രിഡ, എന്ത് മീറ്റിംഗ്? സത്യത്തില് അപർണയോട് കുറച്ചു നേരം സമാധാനമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാ ട്രിഡയുടെ പേര് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപർണയ്ക്ക് തലവേദന എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചു, അപർണ വരാതിരിക്കുമെന്ന്. സാർ എന്തൊക്കെയാ പറയുന്നേ? എത്രയോ ദിവസമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിട്ടാ ഞാൻ നടക്കുന്നത്. അപർണയ്ക്ക് അറിയാലോ, അപർണ അല്ലാതെ മറ്റൊരു സ്ത്രീ എന്റെ മനസ്സിലില്ല. സാറിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ചിന്തകളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബാലു എനിക്ക് സൂചനകളും തന്നതാ. പക്ഷെ ബാലുവിനോട് ഞാൻ ദേഷ്യപ്പെടുക ചെയ്തേ, സാറിനെ തെറ്റിദ്ധരിച്ചതിൽ. ഞാൻ പോവാ സാർ. ഇന്ന് തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യും. റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ മെയിലും ചെയ്യും. അപർണ, 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 അപർണ,
അപർണ, ഞാൻ പറയുന്ന കേക്ക്. നിക്ക അപർണ, അങ്ങനെ പോയാലോ? നിക്കാനല്ലേ പറഞ്ഞത്? നിന്റെ ഉള്ളിൽ എന്താന്ന് എനിക്ക് അറിയായിരുന്നടാ. നീ അപ്പുന്റെ കൈ കയറി പിടിക്കുമല്ലടാ. എന്റെ അപ്പുന്റെ ദേഹത്ത് തൊടുവല്ലടാ. നീ അപ്പുന്റെ ദേഹത്ത് തൊടുവല്ലടാ. സോറി സോറി. എന്താ എന്താ ബാലു, എന്തു പറ്റി? അവരോട് ആരുടെ കാര്യം ബാലഗോപാൽ ഈ പറയുന്നേ? അല്ല അപർണ, അപർണയ്ക്ക് എന്തു പറ്റി? എന്താ എന്തു പറ്റി ബാലു? എന്തായാലും ബാലുവിന്റെ ചുറ്റിനും കൂടി നിൽക്കുന്നേ? ഒന്നുമില്ല. നീ അപ്പുന്റെ ദേഹത്ത് തൊടും അല്ലേടെന്നൊക്കെ ചോദിച്ച് ബാലഗോപാൽ ഒച്ച വെച്ച് സീറ്റിൽ നിന്ന് ചാടി എണീറ്റു. ബാലഗോപാലിന് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. അപർണ, എന്താ ബാലു, എന്താ കാര്യം? ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ പോണമെന്നുണ്ടോ? ഒന്നുമില്ല. എന്താ ബാലു, ടെൻഷനായോ? ഇല്ല, എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല. അപർണ, ബാലുവിനെ ഒന്ന് അറ്റൻഡ് ചെയ്യൂ. ഒരു ചെക്കപ്പ് എടുത്തുന്നത് നല്ലതാ. ബി.പിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിലേ ഇതുപോലൊക്കെ സംഭവിക്കും. ബി.പി വരാതെ നോക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വരുന്ന കാര്യം ഒന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങള് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് വരികയല്ല, നേരത്തെ വിളിച്ച് പറയാൻ. പട്ടി കടിച്ചിട്ട് അതിന്റെ ചികിത്സയും കഴിഞ്ഞിട്ട് വരിക. സാറോ മാഡം, എങ്ങനെയാ പട്ടി കടിച്ചേ? സാധാരണ പട്ടികളൊക്കെ വായിലെ പല്ലുകൊണ്ടാ കടിക്കാറ്. എന്നെ അങ്ങനെയൊക്കെ തന്നെയാ കടിച്ചത്. എത്ര പട്ടി ഉണ്ടായിരുന്നു കടിക്കാൻ? വളഞ്ഞിട്ടുള്ളൊരു ആക്രമണം ആയതുകൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയില്ല. അതെ, ഈ കടിച്ച പട്ടികളെ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റുമോ? ഒരു പട്ടിയുടെ കണ്ണിനകത്ത് മറുകുണ്ടായിരുന്നു. പിന്നെ ഒരു പട്ടി നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. പട്ടി നെയിൽ പോളിഷ് ഒക്കെ ഇടുവോ? അപ്പുണ്ണി, ഇത് പറഞ്ഞിട്ട് എന്തിനാ നിനക്ക്? പട്ടിക്കെതിരെ കേസ് കൊടുക്കാനോ? കേസ് കൊടുക്കണം. വലിയ നേതാവിനല്ലേ കടിച്ചിരിക്കണേ, അതിന് കേസ് കൊടുക്കണം. കേസ് കൊടുത്തിട്ട് തെരുവട്ടിയോളം അവിടെ ജഡ്ജിന്റെ അടുത്ത് വരുവോ? നീ എന്താ പറഞ്ഞേ? മാഡത്തിന് പട്ടി അടിക്കാൻ വരുമ്പോ ഓടിക്കൂടായിരുന്നോ? നീ എന്ത് വിവരക്കേടാ പറയണേ? എന്താ മേഡം രാവിലെ നടക്കാൻ പോയതില്ലേ, പിന്നെ ഇങ്ങനെ ഓടുക? എന്റെ പൊന്നോ പുണ്യേട്ടാ. അപ്പുണ്ണി, നീ ഈ രമണിക്കും നന്ദിനിക്കും പിണ്ണാക്ക് കൊടുക്കണില്ല, ഒക്കെ നീ തിന്നാ. എന്താ നിന്റെ തലയില്? ഇതെല്ലാം കൂടെ എങ്ങനെ ഒരു വള്ളത്തെ വന്ന് അടിഞ്ഞെന്ന് അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. മേഡം, എന്റെ ബലമായ സംശയം ഇത് വെറും ഒരു പട്ടിയടിയല്ല. എതിർ പാർട്ടികളുടെ വളരെ ആസൂത്രിതമായിട്ടുള്ള പട്ടികളെ വിട്ടുള്ള ആക്രമണമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. തേങ്ങയാണ്. ഓരോ പാർട്ടി മീറ്റിങ്ങിന് ഞാൻ ഈ തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെ കുറിച്ച് ഘോരം പറയാറുണ്ട്. ഒരുത്തിന്റെ എങ്ങനെ ചെവിക്കാത്തോ അത് കേറിയോ? എന്നിട്ട് അനുഭവിക്കുന്ന ഞാനും. അല്ല, ഈ ഒരു വിഷയം പാർട്ടി ഗൗരവമായിട്ട് എടുക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട് മേഡം. താൻ കേസിച്ച് എന്നാ കാണിക്കാനാ? പട്ടിയുടെ മുഴുവൻ കടി ഞാൻ കൊണ്ടില്ലേ? മേഡം ഇങ്ങനെ ഇമോഷണൽ ആവില്ലേ? ഈ ഒരു കാര്യത്തിന് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അതൊക്കെ നമുക്ക് ചെയ്യാം. താൻ ഈ ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ട മുഴുവൻ പട്ടി എന്നെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. സാറാ മേഡം, ഒരു ഹർത്താൽ എന്തായാലും വേണം. ഹർത്താലോ? എന്തിന്? ആ ദേശീയ നേതാവിനെയല്ലേ പട്ടി അടിച്ചിരിക്കണേ? വേണ്ടേ? അല്ലെങ്കിൽ ഒരു പട്ടിയുടെ കോലെങ്കിലും കത്തിക്കണം. അമ്മാവാ മോശമാണ്. അല്ല മേഡം, അതൊന്നും നമുക്ക് ആലോചിക്കാവുന്നതാണ് കേട്ടോ. വാർത്തയാക്കാലോ. ആ പട്ടികളെ കൊണ്ട് ഞാൻ ചത്താ മതിയായിരുന്നു. മേഡം, സൂചി വെക്കുമ്പോ വേദന ഉണ്ടായിരുന്നാ? അതെ, വയറ്റിൽ വെക്കണ സൂചിക്ക് ഭയങ്കര വേദന. ഇവിടെ വലിയ കുഴപ്പമില്ല. ഷാഹിന, എന്നെ എവിടെങ്കിലും കൊണ്ടൊന്ന് ഇരുത്താവും. ഞാൻ കൊണ്ടാക്കാം മേഡം. എന്താടോ? എന്തേ? കണ്ണട
ഇത് പറ്റുമോ? എന്റെ കണ്ണട തരാൻ. അയ്യോ സോറി ഞാൻ കണ്ടില്ല. നീ വരുന്നില്ലേ? ഞാൻ വരാ. സ്റ്റെപ്പ് നോക്കി നമുക്കൊരു കസേലയിൽ ഇരുത്തിട്ട് എടുത്തോണ്ടായാലോ? രണ്ടാൾക്ക് നടക്കാൻ തന്നെ പറ്റില്ല. അല്ലെങ്കിൽ അത് എന്റെ ഇടക്കൂടെ ഒരു കസാരയും കൂടിയോ? എന്നാ വേണ്ട. കേറ് മേഡം. ഏത് കാലം വെച്ച് കേറി? ഈ കാലം വെക്കും. ഞാൻ പിടിക്കാം. അങ്ങനെ ഐശ്വര്യം വേണ്ട, ഏത് കാലാച്ച വെച്ച് കേറാലോ. ഷൈന നോക്കിട്ട് കേട്ടോ. ആ നോക്കി കൊണ്ടോട്ടെ കുട്ടിയെ. എന്റെ കൈ. അയ്യോ കേറ് മേഡം അല്ലേ. ഞാൻ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുമല്ലേ, നിനക്ക് കാണാൻ പാടില്ലേ? അമ്മാവാ കടിച്ച് കീറിണ്ടല്ലേ നായ്ക്കള്. ഔ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരത്തി പറഞ്ഞ ആ പ്രസംഗേ അത് പട്ടിയോള് കേട്ടിണ്ടാവും. ആ നിലയ്ക്കുള്ള കാട്ടിയെ കടിച്ചേക്കണം. വിവരമുള്ള എന്തെങ്കിലുമൊക്കെ പറയാം മാവാട്ടാ. ഐ പാർട്ടിക്കാരനാത്രേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.